ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓറഞ്ച് പീൽ കുക്കിംഗ് സെഷൻ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഐസ്ക്രീം റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. 3 തരത്തിലുള്ള ഐസ്ക്രീം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ആ റെസിപ്പി നമുക്കൊന്ന് കണ്ടാലോ. ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിന് ഉപയോഗിക്കാൻ പോകുന്ന ബൗളും സ്പൂണും എല്ലാം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം 1.5 കപ്പ് വിപ്പിംഗ് ക്രീം അത് ബൗളിലേക്ക് ഒഴിക്കുക. ഇനി നമ്മൾ സാധാരണ കേക്കിനൊക്കെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ബീറ്ററിൻ്റെ സഹായത്തോടെ നമുക്കിതൊന്ന് ആദ്യം ഹൈ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ടൊന്ന് കുറുക്കി വരുന്ന കാണുമ്പോൾ അത് ലോ സ്പീഡിലാക്കാൻ മറന്നു പോരുത്. നമ്മൾ കേക്കിലേക്കൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് ബീറ്റ് ചെയ്യേണ്ടത്. ഐസിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ ഒരു ബീറ്ററിൻ്റെ സഹായത്തോടെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു 10-15 മിനിറ്റ് നമുക്ക് ഈ ഒരു വാനില ഐസ്ക്രീം ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം. അപ്പോൾ ഇത് ആദ്യം ഹൈ സ്പീഡിലിട്ട് വേണം ഒന്ന് ബീറ്റ് ചെയ്യാൻ. ബീറ്റ് ചെയ്ത് ഒന്ന് ഇങ്ങനെ കുറുകി വരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ ഐസിങ് ഒക്കെ ചെയ്യുമ്പോൾ ഐസിങ് ഷുഗറോ അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാരയോ ആണ് ഇതിലേക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ട് കൊടുക്കാറ്. അതിൻ്റെ പകരം നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതൊന്നൊരു ചെറുതായിട്ടൊന്ന് കട്ടിയായി തുടങ്ങുമ്പോഴാണ് നമ്മൾ കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് വരെ ഉപയോഗിക്കാം. അതിൽ കൂടുതൽ ഉപയോഗിച്ച് ചിലപ്പോൾ നമുക്ക് കൂടുതൽ മധുരം ഫീൽ ചെയ്യും. അപ്പോൾ 1/2 കപ്പ് വരെ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒന്ന് ഇത് കുറുകി വരുന്നു. ഇപ്പോൾ ഏകദേശം കുറുകിയൊക്കെ വരുമ്പോൾ അതിലേക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വാനില ഐസ്ക്രീമായ കാരണം കൊണ്ട് ഒരുപാട് കുത്തൊന്നും അതിനുണ്ടായിരിക്കില്ല. നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മധുരം മതിയോ. അപ്പോൾ അതുകൊണ്ട് 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി അതിന് ശേഷം ഒന്നും കൂടി നമുക്കൊന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ബീറ്റ് ചെയ്ത് ഇങ്ങനെ നല്ല കട്ടിയായിട്ട് ഇങ്ങനെ ഒരുപാട് പീക്സിലേക്ക് എത്തുമ്പോഴേക്കും കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വാനില എക്സ്ട്രാക്റ്റ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് പാല് പിരിഞ്ഞ പോലെയൊക്കെ നമുക്ക് വിപ്പിംഗ് ക്രീമിൽ കാണാൻ പറ്റും. അതൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെയും നമുക്കൊന്ന് കുറച്ച് നേരം കൂടി ബീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ട് ഒന്ന് പീക്ക്, അതായത് നമ്മളൊന്ന് കുറച്ചൊന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കണം. അതുവരെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കറക്റ്റ് നമ്മൾ കേക്കിലേക്കൊക്കെ ഐസിങ് ചെയ്യുന്ന ബീറ്റിങ്ങിൻ്റെ പാകം, ആ ഒരു പാകത്തിലേക്ക് തന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കുക. അതായത് നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കൽ തന്നെ നമ്മുടെ ബീറ്റർ എടുക്കുമ്പോൾ അതിങ്ങനെ പൊന്തി നിൽക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ അത്രയും ആകുമ്പോൾ നമുക്ക് ബീറ്റിങ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും നമുക്ക് നല്ല ഒരു നമുക്കിങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഡിസൈനിലൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ തന്നെ ഏകദേശം അത് ബീറ്റിങ് നിർത്താറായിട്ടുണ്ട്. അപ്പോൾ അത് ലോ സ്പീഡിലേക്ക് മാറ്റാം. അതായത് ഇങ്ങനെ നമുക്ക് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും അത് നല്ലൊരു ഡിസൈനിൽ ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ബീറ്റിംഗ് ഒന്ന് മാറ്റി ഹൈ സ്പീഡിൽ നിന്ന് ലോ സ്പീഡിലേക്ക് മാറ്റാം. അത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് ബീറ്റിൻ്റെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ 2-3 മിനിറ്റ് കൊണ്ട് ബീറ്റ് ചെയ്തിട്ട് നിർത്താം. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഒരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ക്ലോസ് ചെയ്യാം. ഒന്നെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ലിഡ് വെച്ചിട്ടോ ക്ലോസ് ചെയ്യാം. നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി അടുത്തത് നമ്മളിവിടെ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ അത് 1.5 കപ്പ് നമ്മൾ ബൗളിലേക്ക് മാറ്റാം. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറാണ്, കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും ബീറ്റ് ചെയ്യുന്നു. ബീറ്റ് ചെയ്തതിന് ശേഷം അത് കുറച്ചൊന്ന് കട്ടിയാവാൻ തുടങ്ങുമ്പോൾ നേരത്തെ പോലെ തന്നെ കണ്ടൻസ് മിൽക്ക് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടൻസ് മിൽക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇത് കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. കൊക്കോ പൗഡറിന് ചെറിയൊരു കനപ്പരസം ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്കത് അത്രയും താല്പര്യമില്ലാത്ത കാരണം കൊണ്ടാണ് ഞാനിവിടെ 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മളുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അവിടെ 1/2 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നേരത്തെ പോലെ തന്നെ സെയിം സ്റ്റെപ്പാണ്. ആദ്യം വിപ്പിംഗ് ക്രീം ഒഴിക്കുന്നു, പിന്നെ കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നു. ഇനി നമ്മളിവിടെ വാനില എക്സ്ട്രാക്റ്റ് ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ പകരം നമ്മൾ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്യുന്നത്.
അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കുറുക്കി തുടങ്ങുന്നുണ്ടെന്ന് കാണുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. ഞാനിവിടെ ഹെർഷീസിൻ്റെ കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ബീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നൊരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബീറ്റ് ചെയ്താലും മതി. അപ്പോൾ അത് കൊക്കോ പൗഡർ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം നല്ലൊരു ഡിസൈൻ പോലെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ ഹൈ സ്പീഡിൽ നിന്ന് മാറ്റി ലോ സ്പീഡിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് പീക്ക് പോലെ വരുന്നുണ്ടെങ്കിൽ, നമ്മളൊന്ന് ബീറ്റർ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് ബീറ്റിംഗ് നിർത്താം. ഞാനിവിടെ 2 തരത്തിൽ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് പകുതി എടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റാണ്. ഇനി ഇതെടുത്ത് നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക. ഒന്നെങ്കിൽ 6 മണിക്കൂർ വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വയ്ക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ തരത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ചിപ്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ചോക്ലേറ്റ് ചിപ്സ് നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അതായത് നല്ല ചൂടുവെള്ളം എടുക്കുക, ആ ചൂടുവെള്ളത്തിലേക്ക് ഈ ബൗൾ ഇറക്കി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ചോക്ലേറ്റ് ചിപ്സൊക്കെ ഒന്ന് മെൽറ്റായി വരും. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക് ഐസ്ക്രീമിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കണ്ടൻസ് മിൽക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മളിപ്പോൾ മിക്സ് ചെയ്ത ഈ ചോക്ലേറ്റ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബീറ്റർ യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ടുള്ളൊരു ഐസ്ക്രീമാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ബീറ്റർ യൂസ് ചെയ്യരുത്. കാരണം നമ്മളിവിടെ ബീറ്റിംഗ് ഫിനിഷ് ചെയ്തതാണ്. പിന്നെ ബീറ്റ് ചെയ്യുമ്പോൾ അതൊരു ഓവർ ബീറ്റിംഗ് ആണ് പോലെയാണ് കാണാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് തരികളുള്ള പോലെ ഒരു ഫീലിംഗ് വരും ഓവർ ബീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് താല്പര്യമില്ലെങ്കിൽ ഇവിടെ ഇനി ബീറ്റർ യൂസ് ചെയ്യരുത്. കുറച്ച് തരി പോലത്തെ ഒരു ഫീലിംഗ് ഉള്ള ഒരു ഐസ്ക്രീമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു മോഡലുള്ളൊരു ഐസ്ക്രീമാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ കുക്കീസൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ് ചിപ്സാണ് ഞാൻ ഈ ഐസ്ക്രീമിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റി നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 6 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റോ വെക്കുക. ഒരു ഓവർനൈറ്റിന് ശേഷം, അതായത് ഞാൻ ഫുള്ളായിട്ട് ഒരു നൈറ്റ് ഐസ്ക്രീം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ അപ്പോൾ അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ഐസ്ക്രീം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് നട്ട്സ് ഒന്ന് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. തേനും ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ചെറിയും കൂടി വെച്ച് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഐസ്ക്രീം ഒരു മുഴുവൻ പഴം എടുത്തിട്ട് അതിൻ്റെ പകുതി ഒന്ന് മുറിച്ച് ആ പഴത്തിൻ്റെ മേലെ നമുക്ക് ഐസ്ക്രീം വെച്ച് ഈ സെയിം നട്ട്സും മുന്തിരിയും തേനൊക്കെ ഒഴിച്ച് ഈ പഴത്തിനോടൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്.
അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ഈസി ഐസ്ക്രീം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻസിലൂടെ അറിയിക്കുക.